റമി ഇങ്ങനെ ചിരിപ്പിക്കല്ലേ തന്നെ. അതെ ഒട്ടിപ്പിടിക്കാതെ കിട്ടണ്ടോ? ചട്ടിയിൽ വീഡിയോ എടുക്കണത് എന്നെ ചിരിപ്പിക്കുക ചെയ്തിട്ട് റമി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ പറയാ, കാസ്റ്റേൻ. നമ്മൾ കാസ്റ്റേൻ സീസണിങ് എങ്ങനെ ചെയ്യണതും അതിൻ്റെ ഉപയോഗം പറഞ്ഞാൽ നമ്മൾ ഈ ചട്ടിയിൽ പാചകം ചെയ്യണ രീതികളും എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോസ് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സ്റ്റിക്കറൊക്കെ ഒന്ന് നീക്കം ചെയ്യാം കേട്ടോ. നീക്കം ചെയ്തതിന് ശേഷം നമ്മൾ സാധാ വെള്ളത്തിൽ നിന്ന് കഴുകിയെടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് 2 തുള്ളി നമ്മൾ ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് പതിപ്പിച്ചെടുക്കാം. അടുപ്പൊന്നുമില്ല, കാരണം കരി പോലെ വരിക ഒന്നുമില്ല. സീസണിങ് ചെയ്ത് വന്ന പാത്രമാണല്ലോ, അപ്പോൾ അതൊന്നുമില്ല. എന്നാലും അതിൻ്റെതായ ഒരു പ്രോസസ്സിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കും കേട്ടോ. അതിൻ്റെ മിനുസം കണ്ട, നമുക്ക് സീസണിങ് ചെയ്താൽ അതിൻ്റെ മിനുസം കണ്ട. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് നീക്കണം കേട്ടോ. ഇത് നല്ലപോലെ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നന്നായി ചൂടായി വരട്ടെ. അപ്പോൾ നല്ലപോലെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചുമപ്പ് കളർ ഇതേപോലെ ഇങ്ങനെ വരും ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയാം, തിക്കായിട്ടുള്ള ഓയിൽ എടുക്കണം. തിക്ക് പറഞ്ഞാൽ നമ്മൾ നല്ലെണ്ണ, കടലെണ്ണ, പിന്നെ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് രുചി ഗോൾഡാണ്. രുചി ഗോൾഡിന് തിക്ക് കൂടുതലല്ലേ. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ എടുക്കരുത്, പുകഞ്ഞു പോവും. അപ്പോൾ നല്ല പെട്ടെന്ന് നമുക്ക് മയക്കെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. ഇതേപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നല്ലപോലെ മൂക്കണം കേട്ടോ. ഇവിടെയൊക്കെ ഓയിൽ സ്പ്രെഡാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇല്ലേ നല്ലപോലെ മൊഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സാധാ ഇരുമ്പ് ചട്ടിയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ ഈ ഓയിലിൻ്റെ കളർ ചേഞ്ച് വരും. നമ്മളൊരു കറുത്ത കളറായിരിക്കും. ഇത് നല്ല അതേ കളറിൽ തന്നെ ഇരിക്കണം. അപ്പോൾ നല്ല ഇത്തിരി ക്വാളിറ്റിയുള്ള കാസ്റ്റ് അയൺ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിയിരിക്കുന്നത് അത് തന്നെയാണ് ക്വാളിറ്റി ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നതും. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് പുളി ഇട്ട് കൊടുത്തു. ലാസ്റ്റ് ചമ്മന്തി അരക്കേണ്ടി വരും ഇതൊക്കെ ഇട്ട്. അങ്ങനെ പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ഉപ്പ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം. എന്നിട്ട് നല്ലപോലെ നമുക്കിത് വെട്ടി തിളപ്പിക്കുക കേട്ടോ. ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ എന്താ, ഫസ്റ്റ് നമ്മൾ എന്ത് കറി വയ്ക്കുമ്പോഴും നമ്മൾ ഇതേപോലെ എല്ലാവിടെയും വെള്ളം ഒഴിച്ച് ഇതാവുമല്ലോ. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം തിളപ്പിച്ചെടുക്കുന്നത്, വെള്ളവും ഉള്ളിയും ഉപ്പും പുളിയും ഒക്കെ ഒഴിച്ചിട്ട് നമ്മൾ കറി വയ്ക്കുമ്പോൾ അതേപോലെ തിളച്ച് സെറ്റായി വരണം. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ഒരു കറി വെക്കണ പോലെ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ഇതേപോലെ ഞാൻ കാസ്റ്റ് അയൺ വാങ്ങാൻ പോയ സമയത്ത് ഒരു സംശയമായിരുന്നു, കറികൾ വെച്ച് കഴിഞ്ഞാൽ അത് കറുത്ത് പോകണമെന്ന്. ഒന്നല്ല, അയൺ പുളിയുള്ള ഐറ്റംസുകൾ എന്തെങ്കിലും ഇതിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി ആകുമ്പോൾ അയണും കൂടി ആകുമ്പോൾ ബ്ലാക്ക് കളർ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറികൾ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റിനുള്ളിൽ 10-15 മിനിറ്റിനുള്ളിൽ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ വൈകിട്ടത്തേക്കൊക്കെ നമ്മൾ കറികൾ മാറ്റി വയ്ക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അതിൽ തന്നെ വെക്കരുത്, മാറ്റി വെക്കണം. പിന്നെ ഞാൻ പറയണത് ക്വാളിറ്റി കുറഞ്ഞ കാസ്റ്റ് അയൺ പ്രത്യേകിച്ചും ഒരു കറുത്ത കളർ വരും. ഇത് നല്ല ഇത്തിരി ക്വാളിറ്റിയുള്ള സൈസ് കാസ്റ്റ് അയൺ ഞാൻ എടുത്തിരിക്കുന്നത്. ബ്രാൻഡ് നെയിം ഒന്നുമില്ല, നല്ലൊരു കാസ്റ്റ് അയണാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ തളയൊക്കെ കഴിഞ്ഞു ഓഫാക്കി ഇടാൻ പോവാണ്.
എന്നിട്ട് നമുക്കിതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഇത് കളഞ്ഞതിന് ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ സീസണിങ് ചെയ്തതിന് ശേഷം കണ്ട ഇവിടെ വെള്ള കളറാണ് വരുന്നത്, മേൽഭാഗത്ത് കറുത്ത കളറ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ നിറയെ വെള്ളം ഒഴിച്ചിട്ട് വേണം തിളപ്പിക്കാൻ. അപ്പോൾ നമ്മൾ തിളപ്പിച്ച ഈ വെള്ളം കളയുന്നുണ്ട് കേട്ടോ. വാഷ് ബേസിൽ വയ്ക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ചുടുവെള്ളം ഒഴിക്കാൻ പാടില്ല. അടിയത്തെ പൈപ്പ് ഉരുകി പോകാൻ ചാൻസ്. അപ്പോൾ വെള്ളം തുറന്ന് വിട്ടിട്ട് ഞാൻ കളയുകയാണ് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. നമ്മുടെ ചട്ടി ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടി നമുക്ക് സോപ്പിട്ട് ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഉൾഭാഗം ഒന്ന് കഴുകിയെടുക്കാം, പുറം ഭാഗം ഒന്ന് കഴുകിയെടുക്കാം. കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ തുണി വെച്ച് തുടച്ചെടുക്കാം. തുടച്ചെടുത്തിട്ട് എല്ലാവിടെയും ഓയിൽ ആവണ വരെ തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മോൾ ഭാഗം അങ്ങനെ ചെയ്തല്ലോ, ഇതേപോലെ താഴെയും നമ്മൾ ഇതേപോലെ ഓയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് വേണം ഈ ചട്ടി എടുത്ത് വെക്കാൻ. കാരണം ഇല്ലെങ്കിൽ വല്ല ഇതിങ്ങനെ ഒരു ഇരുമ്പിൻ്റെ ഇങ്ങനെ കുത്തുകളൊക്കെ വരും. അപ്പോൾ നമ്മൾ അതുപോലെ എടുത്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വീണ്ടും കഴുകി ഒന്ന് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ നമ്മൾ സീസൺ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഒരു മുട്ട വറുത്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. മുട്ട വറുക്കാൻ വെളിച്ചെണ്ണ എടുക്കേണ്ടത് മച്ചാ. എന്താ മിണ്ടാത്ത്? ലാസ്റ്റ് നിമിഷം വന്നിരിക്കല്ലേ. തന്നാലും എൻ്റെ മോൻ എന്നെ സഹായിച്ചതറിയാം. ചൂടായി, ചട്ടി ചൂടായി. കോഴിമുട്ട നമുക്ക് വറുക്കാൻ വേണ്ടി ഞാൻ എത്തിയല്ലോ. എന്തായാലും കച്ചവടത്തിന് പോയി ഞാൻ ഇവിടെ നിൽക്കണം കൂടുതലായിട്ട്. നമ്മുടെ മുട്ട എപ്പോഴും നമ്മൾ കോഴിമുട്ട ഉടയ്ക്കണ മുമ്പ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ടിപ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കഴുകിയ ശേഷം മാത്രം സാഹചര്യം ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ ചെറിയ ഡസ്റ്റ് ഉണ്ടാവും, നമുക്കത് കാണാൻ പറ്റാത്ത ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ഞാൻ എപ്പോഴും മുട്ട കഴുകിയിട്ട് ഉപയോഗിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കൊരു മുട്ട ഉടച്ചൊഴിക്കാം. ഇവിടെ എന്താ പറയേണ്ടത്, സീസണിങ് ചെയ്ത ചട്ടിയാണ്. ഇതിൽ കോഴിമുട്ട എനിക്ക് ഈ കോഴിമുട്ട ബുൾസൈ ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ചെയ്ത് തരാമെന്ന് പറഞ്ഞത് കേട്ടോ. കണ്ടോ, അത് പെട്ടെന്ന് ചൂടാകുന്നതിൻ്റെ സീസൺ എന്താ ചെയ്തത് നീ ഇപ്പോൾ ഇതിൽ സീസണിങ്ങാ. അപ്പോൾ ഇത് എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ. അങ്ങനെ ഒറ്റിട്ട് കണ്ട അത് ഒട്ടിപ്പിടിക്കാതെ കിട്ടണ്ട. അങ്ങനെ തന്നെ പൊരിച്ചു കണ്ടോ. ചട്ടിയിൽ അത് ഓഫാക്കി അതേണ്ട. ഇതിങ്ങനെ വെക്കുമ്പോൾ കണ്ട മെയിനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇത് ഒറ്റപ്പെട്ട് നമ്മൾ സാധാരണ ഇരുമ്പ് ചട്ടിയിൽ വരുമ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കണ്ട. അതാണ് ഓക്കെ ഓക്കെ. ഞാൻ സപ്ലൈ കഴിഞ്ഞ് വന്ന സമയത്താണ് എനിക്ക് ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് സെറ്റാക്കി തന്നത്. താങ്ക് യു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് വരാം. ഷബാനാസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തോളുന്നു.